ദൈവം ഏൽപ്പിക്കുന്ന ദിവസമാണ്. നമ്മൾ അല്പസമയം ദൈവത്തിന് സ്തോത്രം പറയാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വയന്തരങ്ങളെ അത് വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര. ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപര. നന്ദി കൊണ്ടെന്റെയുള്ള സന്നഗമോടെ സ്തുതി പാടിടുന്നേ. ദേവസന്നഗമോടെ സ്തുതി പാടിടുന്നേ. കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ഈ പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് നമുക്ക് നൽകുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ പ്രിയപ്പെട്ടവർ ഏറിയ നാളുകളായി വാടക റൂമിൽ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. കർത്താവിൽ ആശ്രയിച്ച് തൻ്റെ മക്കൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ആരംഭിച്ച പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞ ദിവസം ഉണ്ടാകത്തക്കവണ്ണം കർത്താവ് സഹായിച്ച് ഇന്ന് പകലിൽ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിന് സമർപ്പിച്ച് ഈ സ്ഥാപനത്തിൽ ജോലി ആരംഭിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാം കർത്താവ് നൽകേണ്ടതിനായി ഈ സ്ഥാപനം ഈ കുടുംബത്തിന് പ്രിയപ്പെട്ടവർക്ക് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരത്തക്കവണ്ണം നമ്മൾ ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കർത്താവ് ചൊരിയേണ്ടതിനായി ദൈവസന്നിധി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നൊരു വേദഭാഗങ്ങൾ വായിക്കുന്നു. 23-ാം സങ്കീർത്തനം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിവാദികൾ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കി. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ഈ നിമിഷം മുതൽ ദൈവത്തിൻ്റെ എല്ലാ നന്മകളും കരുണകളും ഈ സ്ഥാപനത്തിൽ ഉണ്ടാകേണ്ടതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥനയോടെയായിരിക്കുമ്പോൾ കർത്താവിദാസൻ പാസ്റ്റർ ആൽവിൻ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല നിമിഷത്തിനായി ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിനെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. ദേശപ്രചാരം നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട പകൽ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ദാനമായി നൽകിയല്ലോ. കർത്താവെ, ഞങ്ങളുടെ ജനം മുതൽ ഇതുവരെയും അങ്ങ് ഞങ്ങളെ കാത്തു ഞങ്ങളെ പരിപാലിച്ചു. എന്റെ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ വിശ്വസ്തതയ്ക്കും ഈ അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയും എന്റെ കർത്താവിനെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, പ്രിയപ്രസന്ന മലകയും കർത്താവ് കുടുംബമായ ദൈവത്തിനെ പ്രാർത്ഥിച്ചു ആഗ്രഹിച്ചു. ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട പകൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദാനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിനകത്തൊരു കർത്താവെ നഷ്ടം, ഒരു പ്രയാസം, ഒരു പ്രതികൂലം ഒന്നും ഉണ്ടാകുവാൻ എന്റെ ദൈവമായ കർത്താവ് ഇടവരുത്തില്ലേന്ന് കൂടി ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ദൈവം ഇവിടെ കൊണ്ടുവരുന്നതും കർത്താവ് ഇവിടെ നിന്ന് പോകുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ ഞങ്ങളുടെ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ പകലിൽ ഞങ്ങൾ ഞങ്ങളുടെ സഭയായി ദൈവത്തിന് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ അനുഗ്രഹം ഇതിനകത്ത് വ്യക്തമായി വെളിപ്പെടണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിത്യമായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അങ്ങ് വെളിപ്പെടുത്തുമാറാകണമെന്ന്
കൂടി ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ കർത്താവെ സ്ഥാപനം, ഈ കുടുംബത്തിന്, ഞങ്ങളുടെ സഭയ്ക്ക്, ഈ ദേശത്തിന്, ഇതിനകത്ത് കടന്നു വരുന്ന ഓരോരുത്തർക്കും ഒരു വലിയ അനുഗ്രഹമായി തീരേണ്ടതിനായി ഞങ്ങളുടെ കർത്താവിനോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കർത്താവെ, നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവസ്ഥലിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവ പ്രവൃത്തി കാണുവാൻ, വലിയ ദൈവിക നീതി കാണുവാൻ ദൈവമായ കർത്താവ് സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഈ കുടുംബത്തെ ഞങ്ങൾ ഓർക്കുന്നു, അനുഗ്രഹിക്കുമാറാകണമേ. ഈ പകലിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവെ, ചാർച്ചക്കാരെ ബന്ധുക്കളെല്ലാം ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന യാചന കേട്ടതിന് നന്ദി. ഞങ്ങൾക്കായി ജീവൻ നൽകിയ വലിയ യേശു ക്രിസ്തുവിൻ പേര് നാമത്തിൽ തന്നെ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ നാമത്തിൽ അവിയ സ്റ്റിച്ചിങ് സെന്റർ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. സങ്കീർത്തനം നമുക്ക് വായിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാത്മജനമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശിക്കുന്നതിൽ വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ ഒതുകിവരും തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി നൽകും. യഹോവ സകല വിധുമാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തും. അവൻ തന്റെ വഴികളെ മോശെയും തന്റെ പ്രവർത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയവും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും പഠിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് ചെയ്യുകയില്ല, നമ്മുടെ അകൃത്യങ്ങൾ ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കും. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റതിനെ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുന്നില്ല. യഹോവയുടെ ദയ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകൾ ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെ ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി
അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായി ഉള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ആധിപത്യത്തെ സകല സ്ഥലങ്ങളിലുള്ളവർ അവന്റെ സകല പ്രവൃത്തികളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ആമേൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവ്വയന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവത്തിന്റെ സകല ഉപകാരങ്ങൾക്കായി സ്തോത്രം 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 സ്തോത്രം. വാനസിംഹങ്ങളും ഇരകിട്ടാതെ നിശബ്ദയും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആ ദൈവപ്രസംഗായി നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ദൈവത്തിന് സ്തോത്രത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻദാസൻ പ്രിയ ചോദിച്ചാൽ ചുരുക്കം വാക്കുകളിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കൃപയുടെ മറവിൽ ദൈവമേ മറച്ച് ദൈവം സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കണം. ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിന്മേലെല്ലാം ദൈവത്തിന്റെ കരങ്ങൾ വെളിപ്പെടണമേ. കുടുംബത്തെ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ പരിപാലിച്ച് ജീവിതത്തിലെ ഒരു നന്മയായി തീരുവാൻ നോക്കണം. സ്വർഗത്തിലെ അപ്പത്തിനെ ആക്കണമെന്ന് പ്രാർത്ഥിക്കണം. എല്ലാ തിരക്കരങ്ങളെ കേൾപ്പിക്കുന്നു. നിവാസമേ ഏൽപ്പിക്കുന്നു. ആത്മാരെ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ ഉണ്ടാവണം. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ഭൂമിയിൽ സ്തോത്രം ചെയ്യും. ഇങ്ങനെ ഒരു ദിവസം കർത്താവിൻ്റെ ആ പദ്ധതിയിൽ ഒരുക്കി തക്ക സമയമായപ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കർത്താവ് എല്ലാവരെയും നല്ലമായി സഹായിക്കട്ടെ. പ്രിയ ചുൻഷാന് ജോയിച്ചാന് സുഭാഷ് ആൽവിൻ മാത്യു മനീഷ് പാസ്റ്റർ അതുപോലെ കടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. എല്ലാവർക്കും പ്രത്യേക ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവവചനം പഠിക്കുമ്പോൾ അവൻ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും കൊടുക്കുകയില്ല. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം. പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടായിരുന്നെങ്കിൽ നേരോടെ കർത്താവിൻ്റെ സന്നിധാനമായതുകൊണ്ട് ഇരുട്ടെല്ലാം ഉള്ളപ്പോൾ തന്നെ അതിനകത്തൊരു വെളിച്ചം, ഒരു നന്മയുടെ വഴി തൻ്റെ മക്കൾക്ക് വേണ്ടി തുറന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അവൻ ഹൃദയത്തിൽ തോന്നിയതല്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി. വിചാരിച്ചതല്ല, നനച്ചതല്ല. ഒരു സാധ്യതകളുമില്ലാതിരുന്നപ്പോൾ കർത്താവ് ഇത്രയും മനോഹരമായ നിലയിൽ നല്ലൊരു സ്ഥാപനം ഇവിടെ ഉണ്ടാകത്തക്കവണ്ണം കർത്താവ് ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 31-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യം കൂടെ 31-ാം സങ്കീർത്തനം 19-ാമത്തെ.
നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്ക് നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർക്കാകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാണ്. എത്ര വലുത്. ഈ നന്മകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പറഞ്ഞു തീരാത്ത ദാനങ്ങൾക്കായി സ്തോത്രം, എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം പറയാം. ആമേൻ. പലരും ധാരാളം പണം കയ്യിൽ വെച്ച് ആമേൻ പ്രവർത്തനം ആരംഭിച്ച് അത് പൂർത്തീകരിക്കാതെ ആമേൻ വഴിയിൽ ആമേൻ തടസ്സപ്പെട്ട് കിടക്കുമ്പോൾ ഒന്നുമില്ലായ്മയിൽ ആരംഭിച്ച് ഇത്രത്തോളം മനോഹരമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വീണ്ടും നമ്മുടെ തലകളെ വണക്കാം. നാം ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തി. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയുണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ആ എല്ലാവിധമായ സഹായത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്നനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹീതമായ ഒരു നല്ല പകലിനായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവശ്രീ തലവണക്കിയിരിക്കുന്ന അങ്ങയുടെ അഭിഷക്തന്മാർക്കായി അങ്ങയുടെ ദാസന്മാർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ചർച്ചക്കാര്, വിശേഷാൽ അനഘ കുഞ്ഞുങ്ങൾ, പ്രിയ ആമേൻ അമ്മാമ, എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയം ഞങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു കൂട്ടായ്മ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അങ്ങ് നൽകിയ എല്ലാ പറഞ്ഞു തീരാത്ത ദാനങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, ഈ രാവിലെ സമയം ഈ സ്ഥാപനത്തെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഈ സ്ഥാപനത്തിന്റെ ദൈവം പകരേണ്ടതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഈ സ്ഥാപനം ഒരു അനുഗ്രഹമായി തീരേണ്ടതിനാൽ ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഈ സ്ഥാപനത്തിന്മേൽ ദൈവം അവിടുന്ന് പകരേണ്ടതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഈ സ്ഥാപനം നിമിത്തം പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി, ആമേൻ, നന്മകൾ ലഭിക്കേണ്ടതിനായി അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരത്തക്കവണ്ണം ചില പ്രിയപ്പെട്ടവരെ കൂടെ ആമേൻ ജോലിയിൽ പ്രവേശിപ്പിച്ച് ആമേൻ ജോലി വിശാലമാകേണ്ടതിനായി, നന്മകൾ ലഭിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകലവിധമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നന്മകളും ഇതിന്മേൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ കടന്നു വരുന്നവര് അനുഗ്രഹിക്കപ്പെടണം. കർത്താവേ, ആമേൻ. അനേകർ കടന്നു വരുമ്പോൾ അവരെല്ലാവരും യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിത്യജീവന്റെ അവകാശിയായി തീരുവാൻ ഈ സ്ഥാപന മുഖാന്തരം അനേകരെ കർത്താവിലേക്ക് ആനയിപ്പത്തക്കവണ്ണത്തിന് ഒരു മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മലമേരിക്കുന്നൊരു പട്ടണം പോലെ, തണ്ണിമേൽ കുളത്തൊരു വിളക്ക് പോലെ ശോഭിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയവത്സനായി പ്രാർത്ഥിക്കുന്നു. അനഘയ്ക്കായി സ്തോത്രം. ഇതുവരെയും ദൈവം അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളും നൽകണമേ. വിശേഷാൽ അനഘയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാനുള്ള എല്ലാ ആരോഗ്യവും ആമേൻ സൗഖ്യവും ദൈവകൃപയും ആമേൻ പ്രിയമകളുടെ അങ്ങ് പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കും. പ്രിയാനങ്ങളുടെ പിതാവിനും മാതാവിനും സഹോദരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇസ്ലാമയുടെ ആമേൻ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രിയ സാമിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ആയിരിക്കുന്നിടത്ത് ദൈവം പരിപാലിച്ച് എല്ലാ നന്മകളാലും നിറയ്ക്കും. പ്രാർത്ഥന കൈക്കൊണ്ടതിനായി സ്തോത്രം, സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ തിരുവെഴുത്തുന്ന ഭാഗങ്ങളൊക്കെ വായിക്കുന്നു. ആവർത്തന പുസ്തകം
28-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ ഇവിടെ വായിക്കും. അനന്തരം കർത്താവദാസൻ നമ്മുടെ സഭാ സെക്രട്ടറി ജോസഫ് അച്ഛൻ പ്രാർത്ഥിക്കും. സകല കൽപ്പനകളെ പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്ക് മേൽ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളും ഫലവും നിന്റെ കന്നുകാലികളുടെ വീടും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തൂർക്കുമറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ ഓടിപ്പോകും. യഹോവ നിന്റെ കളപ്പുരകളും നീ എല്ലാറ്റിനും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിൽ നടന്നാൽ യഹോവ നിന്നോട് സത്യം ചെയ്തതുപോലെ നിന്നെ തനിക്ക് വിശുദ്ധ ജനമാക്കും. യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു. സകല ജാതികളും കണ്ട് നിന്നെ ഭയപ്പെടും. നിനക്ക് തരുമെന്ന് യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലികളുടെ വലത്തിലും നിന്റെ നിലത്തിലെ വലത്തിലും നിനക്ക് സമൃദ്ധി നൽകുന്നു. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലൊക്കെയും അനുഗ്രഹിക്കുവാനും യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്കും വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങിയില്ല. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്റെ വാലിനെ തല ആക്കും. ഉയർച്ച നിന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കില്ല. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ആമേൻ. കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ കൽപ്പനകൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാം. വിശ്വസ്തയോടെ, പരമാർത്ഥതയോടെ, നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടെ ദൈവത്തെ പൂർണ്ണമായി ആശ്രയിച്ച് അന്ത്യം വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവോളം ഈ സ്ഥാപനത്തിൽ ദൈവമാക്കുന്ന സമയം വരെ എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ജോലി ചെയ്യുവാൻ ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കേണ്ടതിനായി നമുക്ക് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാം. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ തല പകൽക്കാറ്റിനായി ഞങ്ങളെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ നടത്തുന്ന കർത്താവ് ഇതിനായി സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ചില നാളുകൾ ആ പരമ്പരയുടെ പ്രദേശത്ത് സ്ഥാപനം തുടങ്ങുവാൻ പ്രിയപ്പെട്ട കർത്താവ് വഴിയൊരുക്കി കൊടുത്തു. ശാലയിലേക്ക് കർത്താവ് നടത്തിയതിനായി ഞങ്ങളെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രത്യേക ഭവനത്തോട് ചേർന്ന് തന്നെ ഇങ്ങനെ ഒരു സ്ഥാപനം പണിയുവാനും ഇവിടെ അതിന്റെ പ്രവർത്തനം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇവിടെ ആരംഭിക്കുമ്പോൾ കർത്താവിന്റെ കൃപ സാന്നിധ്യം പ്രിയപ്പെട്ടതോടുകൂടി ഉണ്ടായിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരുന്നവരും പോകുന്നവരും ഹല്ലേലൂയ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി കടന്നു പോകാൻ കർത്താവ് സഹായിക്കണമേ. ഇന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ സ്തോത്രം. ഈ സ്ഥാപനം ഇവിടെ സമർപ്പിച്ച ഇന്ന് മുതൽ മേൽ അങ്ങോട്ട് പ്രാപിക്കുന്ന ഒരു സ്ഥാപനമായി തീരുവാൻ സഭയ്ക്കും ഈ നാട്ടിനും ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവിന്റെ സാന്നിധ്യവും ഇവിടെ പകരണമേ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഇവിടെ തലവണങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിലേക്ക് സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ആത്മനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. റോഡിക്കായി പ്രാർത്ഥിക്കുന്നു. ശ്രീജോയിക്കായി പ്രാർത്ഥിക്കുന്നു. ബാബുനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ ഭവനത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുമായി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേക സാമായിരിക്കുന്ന സ്ഥാനങ്ങൾ കർത്താവ് സാന്നിധ്യം പ്രിയപ്പെട്ട പൈതലോടുകൂടി ഉണ്ടായിരിക്കും. ഞങ്ങൾ കാണുന്നവരെ കർത്താവിനെ സൂക്ഷിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലസനായി പ്രാർത്ഥിക്കുന്നു. അനേക പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു. സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ മകളെയും കർത്താവിന്റെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തു. വേണ്ടുന്ന ആരോഗ്യവും ബലവും എല്ലാം പ്രിയപ്പെട്ടു പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇപ്പോൾ പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ കർത്താവിന്റെ സ്ഥാപനത്തോട് ഈ ഭവനത്തോടും ഈ ദേശത്തോടും കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ പിതാവേ. ആമേൻ. കർത്താവ് നമ്മെ സഹായിച്ചതിനായി സ്തോത്രം. ഒരേ വാക്കിൽ ഒരു ആശംസ പറയുവാനായിട്ടുള്ള സംബന്ധിക്കുന്നു. ഇവിടെ സെക്രട്ടറി ഒന്ന് വാക്കുകൾ പറയും. അതുപോലെ സഭാ സെക്രട്ടറി ജോസഫ് ചില വാക്കുകൾ പറയും. അനന്തരം ബാബുച്ചൻ ഈ വാക്കുകൾ പ്രാർത്ഥിക്കും. എന്നിട്ട് ആശീർവാദം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നമുക്ക് അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനെ അനുകരിക്കപ്പെട്ട പകലിൽ പ്രിയ ചെറുകളിൽ പ്രിയ മനയിലേക്കും
ഇങ്ങനൊരു സ്ഥാപനം ആരംഭിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചുവല്ലോ. ചില നാളുകൾക്ക് മുന്നേ പലപ്പോഴും പ്രത്യേകിച്ച് ഇങ്ങനൊരു ഈ ഭവനത്തോട് ചേർന്ന് തന്നെ ഒരു സ്ഥാപനം കർത്താവ് ദാനമായി നൽകുന്നതിന് എല്ലാ മഹത്വം കർത്താവിന് കൊടുക്കുകയാണ്. അനേകരൊക്കെ കുടുംബത്തെയും സഹായിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും ഈ സ്ഥാപനത്തിൽ നൽകുന്നു. കർത്താവിനെ സഹായിക്കുന്നതാണ്. സഭയായിട്ട് കടന്നു വന്ന് ഈ സ്ഥാപനം ഇവിടെ പ്രാർത്ഥിക്കാൻ സർവശക്തനായ പ്രത്യേകിച്ച് ഈ ഭവനം ദീർഘകാലമായി ദൈവത്തെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കുടുംബമാണ്. വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന കുടുംബമാണ്. ഇവിടെ പലപ്പോഴും വരികയും പ്രാർത്ഥിക്കുകയും ഇവിടെയുള്ള മാതാപിതാക്കളോടൊക്കെ ദൈവത്തെ ആരാധിപ്പാടുകയും സാന്നിധ്യമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെടുകയും ദേശത്തിൻ്റെ മധ്യത്തിൽ വളരെ നല്ല മാതൃക കാണിക്കുന്ന കുടുംബമായി ഇത്രത്തോളം പ്രിയ കുഞ്ഞുങ്ങളെയും പ്രിയ ദൃശ്യ എല്ലാവരെയും കർത്താവ് സഹായിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇന്ന് ആരംഭിക്കുന്ന ഈ ഭവനം ഈ ദേശത്തിനും ഈ ഭവനത്തിനും ഇവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും ഒരു അനുഗ്രഹമായി തീരണം. അതോടൊപ്പം തന്നെ ദൈവനാമം നടത്തപ്പെടുവാനും ഇടയാക്കട്ടെ. എല്ലാവിധ ആശംസകളും സഭയുടെ പേരിലുള്ള എല്ലാവരുടെയും പേരിലുള്ള ആശംസകൾ നിർവഹിച്ച എൻ്റെ വാസം നിർമ്മിക്കുന്നു. ദൈവം ആഗ്രഹിച്ച പോലെ ഭവനത്തിൽ തന്നെ കർത്താവെ ഒരാരും കർത്താവെ പണിയുവാൻ കർത്താവെ അതിൽ കർത്താവെ എല്ലാ കാര്യങ്ങളും സ്ഥാപനം കർത്താവെ അനുഗ്രഹമായി ശ്രേഷ്ഠമായി കർത്താവെ സഭയ്ക്കും കർത്താവെ ദേശം അനുഗ്രഹമായി സഹായിക്കണമേ പ്രാർത്ഥിച്ച് സമർപ്പിച്ച എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യും. കർത്താവെ അനുഗ്രഹവും ശ്രേഷ്ഠമായി സഹായിക്കണം. പ്രാർത്ഥനയായി ആമേൻ. കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചതിനായി സ്തോത്രം പറയാം. ഈ സ്ഥാപനത്തെ ദൈവം ആദരിച്ചതിനായി സ്തോത്രം പറയാം. ഇത് വലിയൊരു അനുഗ്രഹമായി തീർന്നിരിക്കാൻ സ്തോത്രം പറയാം. വലിയ വിശാലതയും നൽകിയിരിക്കാൻ സ്തോത്രം പറയാം. സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസ്കൃതം നമ്മോട് നാമോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിശേഷ ഇവിടെ പ്രാർത്ഥിച്ചാരംഭിച്ച സ്ഥാപനത്തോട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വലിയുണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. വസനം നമുക്ക് വന്നു. അതുമായി കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന് ബാബുകളെ എല്ലാവരോടും എല്ലാ ഭാഷയും നല്ല നന്ദി അറിയിക്കുന്നു. ഇത് എങ്ങനെ സാധ്യമാണ് സാധ്യമാക്കുമെന്ന് പറയാനേ കഴിയുള്ളൂ. അങ്ങനെ ആദ്യമായി ചിട്ടിയോടെ 50,000 രൂപ എൻ്റെ കയ്യിൽ ലഭിച്ചു. ഞാൻ അതുകൊണ്ട് കോൺഗ്രസ് കെട്ടി ഇട്ടേക്കാം തിരികെ പുതിയ കട്ട കെട്ടി സീറ്റൊക്കെ ഇടാവുന്ന തെരുവീനത്തിലാണ് തുടങ്ങിയത്. എന്നാൽ ദൈവം ഓരോ ഘട്ടങ്ങളിലും വീണ്ടും നമ്മൾ പലവിധമായ വഴികളിലൂടെ എന്നെ ആ ചിട്ടി ലഭിച്ചു. അത് ഞാൻ അനഘട്ട ലഭിച്ചു. അത് കഴിഞ്ഞ് മമ്മിയുടെ കുറച്ച് ലഭിച്ചു. അത് സാമി കുറച്ച് നമ്മൾ തന്നു. അങ്ങനെ ഇത്രത്തോളം പൂർത്തീകരിക്കാൻ ദൈവം വഴികളിൽ തുറന്നു ഓരോ ഘട്ടത്തിലും. അടുത്ത നാളത്തെ പണിക്ക് ഞങ്ങൾ പൈസ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്ത നന്മ ദൈവം അറിയാതെ കൈവരുത്തരുന്നത്. ഇത്രത്തോളം പൂർത്തീകരിക്കാൻ ദിവസം വഴികൾ തുറന്നു എന്നാൽ ദൈവത്തിന് നന്ദി നൽകുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ച ദൈവമക്കളെ ഭാഷകളുടെ കുടുംബം മനുഷ്യഭാഷകളുടെ കുടുംബം ഞങ്ങളെ മനസ്സിലാക്കുന്ന എല്ലാ സഹാവിശ്വാസികളെ ദൈവമക്കളെ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഓർമ്മ അപേക്ഷയോടെ ഓക്കെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.